നമസ്കാരം. PSC റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നടന്ന ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിലേക്കുള്ള അസിസ്റ്റൻറ്റ് കമ്പൈലർ എക്സാമിൻ്റെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോണത്. അതായത് 257/2023 കാറ്റഗറി, 279/2023, 280/2023 എന്നീ കാറ്റഗറികളിലേക്കുള്ള പരീക്ഷയാണ്. അതിൻ്റെ PSC പ്രൊവിഷണൽ ആൻസർ കീയാണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനാ ക്രമം ഏത്? അപ്പോൾ ഇവിടെ 4 ഇത് തന്നിട്ടുണ്ട്. അതിന് ബി ആണ് ഉത്തരം. ആറ്റിങ്ങൽ കലാപം, കുളച്ചൽ യുദ്ധം, ശ്രീരംഗപട്ടണം ഉടമ്പടി, കുണ്ടറ വിളംബരം. അതാണ് ഓർഡർ. ബി ആണ് ഉത്തരം. ഇനി 2, ചുവടെ സൂചിപ്പിച്ചിരിക്കുന്ന സംഭവങ്ങളെയും വ്യക്തികളെയും മനസ്സിലാക്കി ചേരുംപടി ചേർക്കുക. അതിന് ഒന്നാമത്തേന് സി ആണ്, രണ്ടാമത്തേന് എ ആണ്, മൂന്നാമത്തേന് ഡി ആണ്, നാലാമത്തേന് ബി ആണ്. അപ്പോൾ എ ആണ് ആൻസർ. ഇനി 3, 1857 കലാപത്തെക്കുറിച്ച് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ അതിൽ 2ഉം 4ഉം ആണ് ശരിയായത്. സി ആണ് ഉത്തരം. ഇനി 4, മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന വസ്തുതകൾ വായിച്ച് ഉത്തരങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ ഈ പറഞ്ഞ 4 സ്റ്റേറ്റ്മെൻറ്റും മാർത്താണ്ഡവർമ്മയെ കുറിച്ച് പറഞ്ഞത് ശരിയാണ്. ഉത്തരം ഡി ആണ്. ഇനി 5, താഴെ പറയുന്നവയിൽ ഏത് പ്രസ്താവനകൾ ആണ് ശരിയല്ലാത്തത്? അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ രണ്ടാമത്തെയാണ് ശരിയല്ലാത്തത്. അപ്പോൾ സി ആണ് ഉത്തരം. 6, ഓവർലാപ്പോട് കൂടിയ ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അതിൻ്റെ ഉത്തരം സ്റ്റീരിയോസ്കോപ്പ്, ബി ആണ്. ഇനി 7, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന താപനിലയുള്ള പ്രദേശങ്ങളെ യോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖ താപീയ മധ്യരേഖ എ ആണ്. 8, ഉത്തരാഖണ്ഡ് ടിബറ്റ് പ്രദേശങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ലിപുലേഖ്, ഡി ആണ് ഉത്തരം. 9, പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥ ഏത് ദേശീയ ജലപാതയിലാണ്? ഉത്തരം ദേശീയ ജലപാത 5. ഇനി 10, 2023 രാജസ്ഥാനിൽ പുതിയതായി സ്ഥാപിച്ച വന്യജീവി സംരക്ഷണ കേന്ദ്രം ഏതാണ്? സോർസൻ, സി ആണ്. 11, താഴെ തന്നിരിക്കുന്ന നബാർഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന 4ഉം ശരിയാണ്. അപ്പോൾ ഉത്തരം ഡി ആണ്. 12, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് എവിടെ സ്ഥിതി ചെയ്യുന്നു? കോഴിക്കോടാണ്. ഉത്തരം എ. 13, സ്വതന്ത്ര ഇന്ത്യയുടെ പ്ലാൻ ഹോളിഡേയുടെ കാലഘട്ടം 1966 മുതൽ 69 വരെയാണ്. ബി. 14, 1991 പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ പ്രധാനമന്ത്രി ആരായിരുന്നു? നരസിംഹറാവു, സി ആണ് ഉത്തരം. 15, ഭാരതീയ റിസർവ് ബാങ്കിന്റെ ആസ്ഥാനം മുംബൈ, ബി ആണ്. 16, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ സവിശേഷത അല്ലാത്തത് ഏത്? അത് 1ഉം 3ഉം ആണ്. ഒന്നാമത്തെയും മൂന്നാമത്തെയും. അപ്പോൾ ഉത്തരം ഡി ആണ്. 17, കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരിനായർ IAS. അപ്പോൾ എ ആണ്, വി ഹരിനായർ IAS. 18, ഇന്ത്യൻ പാർലമെന്റിൽ ഒരു ബില്ല് നിയമമാകുന്നതിന് മുമ്പ് ബില്ലിൽ ഏറ്റവും കൂടുതൽ തിരുത്തലുകൾ, കൂട്ടിച്ചേർക്കലുകൾ, ചർച്ചകൾ എന്നിവ നടക്കുന്ന ഘട്ടം ഏതാണ്? അത് 2ാം വായനയാണ്. ബി ആണ്. 19, ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏവ? അപ്പോൾ ഇവിടെ തന്നേക്കണേൽ 1ഉം 2ഉം ആണ്. അപ്പോൾ ഉത്തരം ഡി ആണ്. ഇനി 20, പോക്സോ ആക്ട് അനുസരിച്ച് കുട്ടി എന്ന പദത്തിന്റെ വ്യാപ്തിയിൽ വരുന്നത്? അപ്പോൾ 18 വയസ്സ് താഴെയുള്ള ആൺകുട്ടിയും പെൺകുട്ടിയാണ്. ഉത്തരം ഡി ആണ്. 21, കേരള സാമൂഹ്യനീതി വകുപ്പ് സർക്കാർ സേവനങ്ങൾ വീട്ടുപടിക്കൽ എന്ന ലക്ഷ്യത്തിനായി ആവിഷ്കരിച്ച വെബ് പോർട്ടൽ സുനീതി, സി ആണ്. 22, കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന വനിതകൾക്ക് രംഗകലകളിൽ പരിശീലനം നൽകുന്ന പദ്ധതിയുടെ പേര് എന്താണ്? രംഗശ്രീ, ഉത്തരം ബി ആണ്. 23, അഡ്വക്കേറ്റ് ജനറലുമായി ബന്ധപ്പെടുന്ന തെറ്റായ വസ്തുതകൾ ഏതെല്ലാം? അപ്പോൾ ഇവിടെ 4 പ്രസ്താവന തന്നിട്ടുണ്ട്. ഇതിലൊന്നുമല്ല. അപ്പോൾ ഡി ആണ് ഉത്തരം. 24, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് മൗലികാവകാശത്തിന് വേണ്ടിയാണ് നിയമവാഴ്ച എന്ന ആശയം ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഭരണഘടന നിർമ്മാണ സമിതി സ്വീകരിച്ചിരിക്കുന്നത്? ഉത്തരം എ ആണ്, അനുച്ഛേദം 14, നിയമത്തിനു മുമ്പിലെ തുല്യതയ്ക്ക് വേണ്ടി. ഇനി 25, ഒരു ഗ്രേസിംഗ് ഭക്ഷ്യശൃംഖലയിൽ 2ാം പോഷണ തലത്തിൽ കാണപ്പെടുന്ന ജീവി ഏത്? അതിനെ പ്രാഥമിക ഉപഭോക്താക്കൾ, ഡി ആണ്.
26 ജീവി ബന്ധങ്ങളിൽ ഒന്നിന് ഗുണകരവും മറ്റേതിന് ഗുണമോ ദോഷമോ ഇല്ലാത്തതുമായ ബന്ധമാണ് കമൻസലിസം. ബി ആണ്. 27 താഴെ പറയുന്നവയിൽ ഏതാണ് ഇൻസിറ്റു കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്? ജീൻ ബാങ്കുകൾ. സി ആണ്. 28 ഡയാലിസിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥത്തിന്റെ പേരെന്ത്? ഹെപ്പാരിൻ. എ ആണ്. 29 26ാമത് PV മെമ്മോറിയൽ എൻഡോമെന്റ് അവാർഡ് നേടിയ പരിസ്ഥിതി പ്രവർത്തകൻ ആര്? ശ്രീമൻ നാരായണൻ. സി ആണ്. 30 താഴെ തന്നിരിക്കുന്നവയിൽ വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം അത് അഡീഷൻ ബലാണ്. കൊഹീഷൻ ബലം ഒരേ തന്മാത്രകൾ തമ്മില്ല. അപ്പൊ അഡീഷൻ ബലാണ്. 31 എ ആണ് ഉത്തരം. 30ന്. 31 ഭൂമിയുടെ ഉപരിതലത്തിൽ പലായന പ്രവേഗം എത്ര? അത് 11.2 km/s. ബി ആണ്. ഇനി 32 മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം ചവണ. ഡി ആണ്. 33 ചന്ദ്രനിൽ പേടകം വിജയകരമായി ഇറക്കിയ 4ാമത്തെ രാജ്യം ഇന്ത്യയാണ്. ബി ആണ് ഉത്തരം. 34 ഒരു ആംഫോറ്ററിക് ഓക്സൈഡിന് ഉദാഹരണമാണ് സിങ്ക് ഓക്സൈഡ്. സി ആണ്. 35 കപട സംക്രമണ മൂലകം ഇവയിൽ ഏതാണ്? അത് Hg മെർക്കുറിയാണ്. ഡി ആണ്. 36 ഈ ഗ്രാഫ് ഏത് വാതക നിയമത്തെയാണ് സൂചിപ്പിക്കുന്നത്? ബോയിൽ നിയമം. എ ആണ്. പ്രഷറും വോളിയവും വൈ ആക്സിസിലും പ്രഷർ എക്സ് ആക്സിലുള്ള ബോയിൽ നിയമം. എ ആണ്. 37 ശക്തിയേറിയതും ഭാരമില്ലാത്തതുമായ കാന്തങ്ങൾ നിർമ്മിക്കാൻ ഇന്ന് വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു ലോഹം നിയോഡീമിയം. ബി ആണ്. 38 അയ്യൻകാളിയെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ ഡി ആണ്. തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ ജനിച്ചു. ഡി ആണ്. 39 ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ പ്രസിഡന്റായ ആദ്യ വനിത ആര്? ഉത്തരം PT ഉഷ. ബി ആണ്. 40 കഥാപാത്രവും നോവലും തെറ്റായ ജോഡി ഏത്? അത് സി ആണ്. സുഹ്റ. എൻ്റെ അപ്പൂപ്പാക്കൊരു ആന ഉണ്ടായിരുന്നു. സി ആണ്. ഇനി 41 പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? അത് മൈക്കൽ ആഞ്ചലോ ആണ്. എ ആണ്. റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന്റെ രചയിതാവ് അഖിൽ P ധർമ്മജൻ. സി. 43 സിസ്റ്റം സോഫ്റ്റ്വെയറിന് ഉദാഹരണം വിൻഡോസ്. എ ആണ്. 44 ഇ ഗവേണൻസ് പറ്റി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1ഉം 2ഉം മാത്രമാണ്. അപ്പോൾ ഉത്തരം സി ആണ്. 45 രണ്ട് വ്യത്യസ്തങ്ങളായ നെറ്റ്വർക്കുകളെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണം ഗേറ്റ്വേ. ബി ആണ്. 46 വിവരാവകാശ നിയമം 2005 പ്രകാരം താഴെ പറയുന്നവയിൽ ഏതെല്ലാം വിവരങ്ങളാണ് വെളിപ്പെടുത്തലിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത്? അത് അന്വേഷണ പ്രക്രിയയെ തടസ്സപ്പെടുത്തുന്ന വിവരങ്ങൾ. സി ആണ്. 47 രാഹുൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി താൻ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന സാധനത്തിന്റെ പാക്കറ്റിൽ നൽകിയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ശ്രദ്ധാപൂർവ്വം വായിക്കുന്നു. ഒരു ഉപഭോക്താവ് എന്ന നിലയിൽ രാഹുൽ ഏത് അവകാശമാണ് ഉപയോഗിക്കുന്നത്? അത് വിവരാവകാശം. ബി ആണ്. ഇനി 48 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം 2012 പ്രകാരം താഴെ പറയുന്നവയിൽ ആർക്കെതിരെയാണ് പ്രേരണ കുറ്റത്തിന് കേസെടുക്കാൻ കഴിയുന്നത്? ഉത്തരം ബി ആണ്. ഇനി 49 ഗാർഹിക അതിക്രമങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2005 പ്രകാരം ഒരു കൂരയ്ക്ക് കീഴെ താമസിക്കുന്ന താഴെ പറയുന്ന വ്യക്തികളിൽ കുടുംബ ബന്ധത്തിന്റെ പരിധിയിൽ വരുന്നത് ആരെല്ലാം? ഈ മുകളിൽ പറഞ്ഞാണ് എല്ലാം പെടും. അപ്പൊ ഉത്തരം ഡി ആണ്. 50 ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര. എ ആണ്. ഇനി 51 13/125 ദശാംശ രൂപം ഇവിടെ തന്നിരിക്കുന്നതിൽ 0.104. ബി ആണ്. 52 5% വാർഷിക നിരക്കിൽ കൂട്ടുപലിശ കണക്കാക്കുന്ന ബാങ്കിൽ സുമേഷ് 10,000 രൂപ നിക്ഷേപിച്ചു. 2 വർഷം കഴിയുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടും? അത് ചെയ്തു വരുമ്പോൾ 11,025 രൂപ. സി ആണ് ഉത്തരം വരിക. ഏത് സംഖ്യയുടെ 75% 15? അപ്പോൾ 20ന്റെ 75% 15 വരിക. ഡി ആണ് ഉത്തരം. ഇനി 54 രണ്ട് കോണുകൾ തമ്മിലുള്ള അംശബന്ധം 1:2 ആണ്. ചെറിയ കോൺ 6 ഡിഗ്രി കൂട്ടുകയും വലിയ കോൺ 6 ഡിഗ്രി കുറയ്ക്കുകയും ചെയ്തപ്പോൾ അംശബന്ധം 2:3 ആയി. എന്നാൽ ആദ്യത്തെ കോൺ എത്ര ഡിഗ്രി? 30 ആണ്. എ. 55 ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? അത് ഉത്തരം എ 6. 56 സമഭുജ സമാന്തരകത്തിന്റെ പരിപ്പളവ് അത് ബി ആണ്. വികരണത്തിന്റെ ഗുണനഫലത്തിന്റെ പകുതി. 57 ഒരു സമാന്തര ശ്രേണിയുടെ ബീജഗണിത രൂപം ഏത്? ഇവിടെ തന്നിരിക്കുന്നതിൽ an+b. ഡി ആണ്. 58 ഒരു ക്ലോക്കിലെ സമയം 9:30 ആണെങ്കിൽ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോൺ അളവ് എത്ര? 105 ഡിഗ്രി. സി ആണ്. 59 25% കിഴിവിൽ രാഹുൽ ഒരു സ്വെറ്റർ വാങ്ങി 200 രൂപ കിഴിവ് കിട്ടി. എന്നാൽ ഡിസ്കൗണ്ടിന് മുൻപ് സ്വെറ്ററിന്റെ വില എന്തായിരുന്നു? ഉത്തരം 800. എ ആണ്. 60 15 തൊഴിലാളികൾക്ക് 48 മണിക്കൂറിൽ ഒരു മതിൽ പണിയാൻ കഴിയുമെങ്കിൽ 30 മണിക്കൂറിനുള്ളിൽ അതേ ജോലി ചെയ്യാൻ എത്ര തൊഴിലാളികൾ വേണം? 24 പേരാണ്. ബി ആണ് ഉത്തരം വരിക. 61 ഈച്ച് ഓഫ് ദ എംപ്ലോയീസ് ഡാഷ് വർക്കിംഗ് ഹാർഡ്. ഈസ് ആണ്. ബി ആണ് ഉത്തരം.
62 ഷീ അക്യൂസ് മീ ഡാഷ് ടോക്കിംഗ് ലൗഡ്ലി ഓഫ് ആണ് എ. വി ഹാവ് ബീൻ ലിവിങ് ഹിയർ ഡാഷ് 5 years ഫോർ 5 years സി ആണ്. 64 സീന ഡാഷ് ടുമോറോ ടു അറ്റൻഡ് ദ വെഡിങ് ഉത്തരം വിൽ കം ഡി ആണ്. 65 ഇറ്റ് വാസ് ഡാഷ് യുനാനിമസ് ഡിസിഷൻ എ ആണ്. ഉത്തരം എ തന്നെയാണ്. 66 വൺ ഹു ട്രീറ്റ് സ്കിൻ ഡിസീസസ് ഈസ് നോൺ ആസ് ഡെർമാറ്റോളജിസ്റ്റ് ഡി ആണ്. 67 ഡു യു മൈൻഡ് ഡാഷ് ദ ആൻസേഴ്സ് റൈറ്റിംഗ് ദ ആൻസേഴ്സ് എ ആണ്. 68 വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ വേർഡ് ഡോർമെന്റ് ഉത്തരം ഇനാക്റ്റീവ് ഡി ആണ്. 69 ദ ഈവനിങ് വാസ് ഡാഷ് ദാൻ മോർണിംഗ് ഹോട്ടർ ദാൻ അപ്പോൾ ബി ആണ്. 70 നത്തിങ് വിൽ ഹാപ്പൻ ക്വസ്റ്റ്യൻ ടാഗ് വിൽ ഇറ്റ് എ ആണ്. ഇനി 71 മലയാളം ശരിയായ പദം ഏത്? ഇവിടെ തന്നിരിക്കുന്നത് അഗാധത എ ആണ്. 72 ലേൺ ബൈ ഹാർട്ട് എന്ന ശൈലിയുടെ മലയാള പ്രയോഗം എന്ത്? ഹൃദിസ്ഥമാക്കുക ഡി ആണ്. ജന്മം മുതൽ എന്നതിൻ്റെ ഒറ്റപ്പദം ആ ജന്മം ബി ആണ്. മഞ്ഞ് എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഹരിണം ഡി ആണ് ഇവിടെ. 75 ദുഷ്ടൻ എന്ന പദത്തിന്റെ വിപരീതം ശിഷ്ടൻ ഡി ആണ്. സി ആണ്. ഉത്തരം സി ആണ്. 76 വിള പുറത്തിട്ട് വേലി കെട്ടരുതെന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം എന്ത്? പ്രധാനപ്പെട്ടതിനെ പുറംതള്ളരുത് സി ആണ്. 77 തീക്കനൽ എന്ന പദം പിരിച്ചെഴുതാൻ തീ പ്ലസ് കനൽ എ ആണ്. 78 നായകൻ എന്ന പദത്തിന്റെ സ്ത്രീലിംഗം നായിക സി ആണ്. ശബ്ദം എന്നർത്ഥം വരാത്ത പദം ഡി ആണ് വാണി. 80 താഴെ തന്നിരിക്കുന്നതിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദം ഏത്? ഉത്തരം ഡി അധ്യാപകന്മാർ. ഇനി 81 ഒരു സ്പോർട്സ് ഇനത്തിൽ പങ്കെടുക്കുന്ന കുട്ടികളുടെ ഭാരം കിലോഗ്രാമിൽ കൊടുത്തിരിക്കുന്നു. ഈ കുട്ടികളുടെ മധ്യമ ഭാരം എന്തായിരിക്കും? അത് ചെയ്തു വരുമ്പോൾ ഉത്തരം 32 സി കിട്ടും. 82 ഒരു കർഷകന് ഒരു മാസം കിട്ടിയ റബ്ബർ ഷീറ്റിന്റെ വിവരങ്ങൾ പട്ടികയിൽ തന്നിട്ടുണ്ട്. അതിൽ ഒരു ദിവസം ശരാശരി എത്ര കിലോഗ്രാം റബ്ബർ ഷീറ്റ് കിട്ടി? അത് ചെയ്തു വരുമ്പോൾ 9.6 ഉത്തരം ഡി വരും. 83 ഒരു ക്ലബിലെ വിവിധ കായിക ഇനങ്ങൾ ഇഷ്ടപ്പെടുന്നവരെ സൂചിപ്പിക്കുന്ന വൃത്തചിത്രം ചുവടെ കൊടുത്തിരിക്കുന്നു. അതിൽ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്നവർ എത്ര ശതമാനമാണ്? അപ്പോൾ അത് ഉത്തരം ബി 25. ഇനി 84 ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ കണക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്ക് അനുസരിച്ച് എണ്ണം തിരിച്ച പട്ടികയാണ് ചുവടെയുള്ളത്. ഈ ക്ലാസ്സിലെ മധ്യ സ്കോർ എന്തായിരിക്കും? ഉത്തരം 22 എ ആണ്. 85 ഒരു സ്ഥാപനത്തിലെ ജീവനക്കാരുടെ മധ്യമ പ്രായം 40 എങ്കിൽ ആ സ്ഥാപനത്തിലെ ജീവനക്കാരിൽ പ്രത്യേക പരിഗണനയൊന്നുമില്ലാതെ ഒരാളെ എടുത്താൽ അയാളുടെ പ്രായം 40 കൂടുതൽ ആകാനുള്ള സാധ്യത എത്ര? അത് എ ആണ് അര. 86 ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് പരീക്ഷയ്ക്ക് ലഭിച്ച സ്കോറുകൾ ചുവടെ അടയാളത്തിൽ കൊടുത്തിരിക്കുന്നു ടാലിമാർക്കായിട്ട്. ഇവിടെ 7ന്റെ ആവൃത്തി എത്ര? 7ന്റെ ആവൃത്തി 5, 5, 10, 11 സി ആണ്. 87 ഒരു തൊഴിൽശാലയിലെ ജോലിക്കാരെ ദിവസക്കൂലിയുടെ അടിസ്ഥാനത്തിൽ തരംതിരിച്ച പട്ടികയാണ് ചുവടെ കാണിച്ചിരിക്കുന്നത്. ഈ തൊഴിൽശാലയിലെ മധ്യമ ദിവസക്കൂലി എത്ര? ഉത്തരം 590 ബി ആണ്. 88 ആദ്യത്തെ 5 എണ്ണൽ സംഖ്യകളുടെ മാധ്യം എത്ര? ഉത്തരം 3 ബി ആണ്. x+3, x+5, x+7, x+9, x+11 എന്നിവയുടെ മാധ്യം 14 ആണ്. അപ്പോൾ എക്സിന്റെ വില 7 വരും ഡി ആണ്. 90 30 സംഖ്യകളുടെ മാധ്യം 12 ആണ് എങ്കിൽ ആ സംഖ്യകളുടെ തുക 360 എ ആണ്. 26, 25, 40, 36, 50, 45 എന്നിവയുടെ മാധ്യം 37 ബി ആണ്. 92 40 സംഖ്യകളുടെ മാധ്യം 160 ആണ്. അതിൽ 165 എന്ന ശരിയായ സംഖ്യയ്ക്ക് പകരം തെറ്റായി 125 രേഖപ്പെടുത്തി എങ്കിൽ ശരിയായ മാധ്യം 161 ബി ആണ്. 93 15, 12, 10, 9, 8, 13, 17 എന്നിവയുടെ മധ്യമം എത്ര? ഡി 12 ആണ്. 94 3, 5, 9, 10, 11, 4, 5, 18 എന്നിവയുടെ മധ്യമം എത്ര? ബി 7 ആണ്. 95 ഒരു പെട്ടിയിൽ 5 ചുവപ്പ് പന്തുക്കളും 7 നീല പന്തുക്കളും 3 വെള്ളപ്പന്തുക്കളുണ്ട്. പെട്ടിയിൽ എത്ര വെള്ളപ്പന്തുക്കൾ കൂടി ഇട്ടാൽ അതിൽ നിന്നും ഒരു വെള്ളപ്പന്ത് എടുക്കാനുള്ള സാധ്യത 1/4 ആകും? ഉത്തരം എ ആണ് 1. 96 3 നാണയങ്ങൾ ഒരേ സമയം എറിയുന്നത് സംബന്ധിച്ച് 2 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. ശരിയായ പ്രസ്താവനകൾ ഏവ? ഇതില് 1ഉം 2ഉം ആണ് ശരിയായിട്ടുള്ളത്. അപ്പൊ ഉത്തരം സി ആണ്. 97 1 മുതൽ 6 വരെ സംഖ്യകളുള്ള 2 പകിടകൾ ഒന്നിച്ചുരുട്ടുന്നു. പകിടകളിൽ നിന്ന് കിട്ടാവുന്ന സംഖ്യകളുടെ തുക 4ന്റെ ഗുണിതമാകാനുള്ള സാധ്യത എന്ത്? ഉത്തരം ഡി 1/4 ആണ്. 98 അധിവർഷത്തിൽ ഫെബ്രുവരി മാസത്തിൽ 5 ശനിയാഴ്ചകൾ വരുവാനുള്ള സാധ്യത എന്ത്? ബി 1/7 ആണ്. 99 ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിൽ XYZ എന്ന 3 സ്ഥാനാർത്ഥികളുണ്ട്. എക്സിന് 45% വിജയ സാധ്യതയുണ്ടെന്നും വൈക്ക് 30% സാധ്യതയുണ്ടെന്നും സെഡിന് 25% സാധ്യതയുണ്ടെന്നും ചരിത്രപരമായ ഡാറ്റ സൂചിപ്പിക്കുന്നുവെങ്കിൽ എക്സിനോ വൈനോ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനുള്ള സാധ്യത എന്താണ്? ഉത്തരം ബി 75% ആണ്.
100. 52 കാർഡുകളുടെ ഒരു പാക്കിൽ നിന്നും എല്ലാ ജാക്ക്, ക്വീൻ, കിങ് എന്നിവ നീക്കം ചെയ്യുന്നു. ബാക്കിയുള്ള കാർഡുകൾ നന്നായി ഇടകലർത്തിയ ശേഷം ഒരു കാർഡ് ക്രമരഹിതമായി അതിൽ നിന്ന് എടുക്കുന്നു. ഈ കാർഡ് ചുവന്ന മുഖ കാർഡ് ആയിരിക്കാനുള്ള സാധ്യത 0 ആണ്. എ ആണ് ഉത്തരം. അപ്പൊ ഇത്രയാണ് ഇന്ന് നടന്ന അസിസ്റ്റന്റ് കമ്പൈലർ പരീക്ഷയുടെ PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ. നിങ്ങൾ ഈ ആൻസർ കീ പ്രകാരം നിങ്ങളുടെ സ്കോറ് കണ്ടെത്തിയിട്ട് സാധിക്കുമെങ്കിൽ ആ കമന്റ്സിൽ ഇട്ടാൽ നല്ലതായിരുന്നു. പിന്നെ ഇത് PSC എന്ന പ്രൊവിഷണൽ ആൻസർ കീ ആണ്. ഇതില് എന്തെങ്കിലും തിരുത്തലുകളും ഒക്കെ ഉണ്ടെങ്കിൽ ഫൈനൽ ആൻസർ കീ PSC തന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട് സാധാരണ. അപ്പോൾ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും നോട്ടിഫിക്കേഷൻ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ലൈക്ക് ചെയ്യുകയും കമന്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.